നമസ്കാരം. സ്ത്രീയെ തൊട്ടുകളിച്ചു, മുൻ MLA അറസ്റ്റിലാകേണ്ടതാണ്, പക്ഷേ ഇതുവരെ അറസ്റ്റിലായില്ല. കുഞ്ഞു മുഹമ്മദ് അവസാനം ജയിലിലേക്ക്, പക്ഷെ ഇതുവരെ ജയിലെത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻ MLAയും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള PT കുഞ്ഞു മുഹമ്മദിനെതിരായിട്ടുള്ള കേസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആ കേസിൽ നടപടികൾ വൈകിപ്പിച്ചത് കോടതിയിൽ നിന്നും പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുകയാണ്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കുവാൻ അടക്കം വൈകുന്നത് മുൻകൂർ ജാമ്യം തേടി മുൻ MLA സുരക്ഷിതനാകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ജാമ്യം കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകൾ ചുമത്തിയും ഇടത് സർക്കാർ ഈ ഇടത് സംവിധായകനെ രക്ഷിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമം കഷ്ടം. CCTVയിൽ എല്ലാം തെളിഞ്ഞിട്ടും ഒളിച്ചുകളി തുടരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുത്തരം നിങ്ങൾ പറയേണ്ടി വരും. PT കുഞ്ഞു മുഹമ്മദിനെ ജയിലിൽ അടയ്ക്കാൻ സർക്കാരിന് താല്പര്യക്കുറവാണ് എന്ന് തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാട്ടി ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. ഈ പരാതി മുഖ്യമന്ത്രി കന്റോൺമെന്റ് പോലീസിന് കൈമാറി. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി 13 ദിവസം കഴിഞ്ഞാണ് കേസെടുത്തത് എന്നുള്ള വിമർശനം. ആ വിമർശന വിധേയമായിട്ടുള്ള കാര്യത്തോട് എന്തെങ്കിലും പ്രതികരണമുണ്ടോ? ഒരു പ്രതികരണമില്ല. IFFKയുടെ ജൂറി ചെയർമാനായിരുന്നു ഈ PT കുഞ്ഞു മുഹമ്മദ്. സ്ക്രീനിങ്ങിനിടെ സംവിധായകയോട് കുഞ്ഞു മുഹമ്മദ് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് FIR പറയുന്നത്. തിരുവനന്തപുരത്ത് നടന്ന IFFK സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ പരാതിക്കാരിയും PT കുഞ്ഞു മുഹമ്മദും ഒരേ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. സിനിമയുടെ കാര്യം പറയാനാണ് എന്ന് പറഞ്ഞ വ്യാജേന മുറിയിലേക്ക് വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറി എന്നാണ് സംവിധായകയുടെ പെരുമാറുന്നത്. ഈ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് പരാതിക്കാരിയും PT കുഞ്ഞു മുഹമ്മദും ഒരേ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. സിനിമയുടെ കാര്യം പറയാനെന്ന വ്യാജേന മുറിയിലേക്ക് വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറി എന്നാണ് സംവിധായകയുടെ പരാതി. ചലച്ചിത്ര അക്കാദമിക്കും അവർ പരാതി നൽകി. എന്നാൽ ആരും വേണ്ട വിധം ഇത് പരാതി പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ദിവസങ്ങളോളം പൂഴ്ത്തിവെക്കുകയും ചെയ്തു. ബലാത്സംഗ ശ്രമം അടക്കം കേസിൽ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചുമത്തിയത് 5 കൊല്ലം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ മാത്രം. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ അതിനിടെ കുഞ്ഞു മുഹമ്മദ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകനെതിരെ സംവിധായക പരാതി നൽകിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീക്കെതിരായിട്ടുള്ള ശാരീരിക ആക്രമണം, ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയുള്ള ശാരീരിക സമ്പർക്കം, ലൈംഗിക പരാമർശങ്ങൾ നടത്തുക എന്നീ വകുപ്പുകളാണ് കുഞ്ഞു മുഹമ്മദിനെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. അന്വേഷണ പുരോഗതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. സംവിധായകയുടെ രഹസ്യമൊഴി അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്താനിരിക്കുകയുമാണ്. പരാതിക്കാരിക്ക് സൗകര്യമുള്ള ദിവസം മൊഴി രേഖപ്പെടുത്താമെന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. മൊഴിയെടുക്കുന്നത് വൈകിപ്പിക്കുന്നത് പോലും ഈ കുഞ്ഞു മുഹമ്മദിന് വേണ്ടിയാണ് എന്ന് പറയേണ്ടി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം. പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയും ചെയ്തു. പരാതിയിൽ പറയുന്ന സമയത്ത് ഇരുവരും ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ടും PT കുഞ്ഞു മുഹമ്മദിനെതിരെ കേസിൽ നടപടികൾ വൈകിപ്പിച്ചത് കോടതിയിൽ നിന്നും പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്തത്? പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, PT കുഞ്ഞു മുഹമ്മദിന് ലഭിക്കുന്ന ഈ ഒരു രീതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുഞ്ഞു മുഹമ്മദിനോട് സ്വീകരിക്കുന്ന ഈ രീതി, ഇതെന്തുകൊണ്ട് ബാക്കിയുള്ളവരുണ്ടാകുന്നില്ല? രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു പരാതിക്കാരി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത അടുത്ത നിമിഷം ഇത് ക്രൈംബ്രാഞ്ചിനും DGPക്കും ഒക്കെ നൽകിയല്ലോ മുഖ്യമന്ത്രി. എന്തുകൊണ്ട് ഈ 13 ദിവസത്തോളം ഇത് പൂഴ്ത്തിവെച്ചു? അപ്പോൾ സ്വന്തം പാർട്ടിയിലുള്ള അവർ ചെയ്യുന്നതിന് തീവ്രത കുറഞ്ഞ ലൈംഗിക അതിക്രമമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുമാണ് ഈ CPM എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം തരംതാണ് പോകുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും. തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നീതിയും PT കുഞ്ഞു മുഹമ്മദിന് മറ്റൊരു നീതിയും നടപ്പിലാക്കുന്ന ഒരിക്കലും ശരിയല്ല. PT കുഞ്ഞു മുഹമ്മദോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ ആര് തന്നെ ആയാലും സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് പോകട്ടെ. അതുകൊണ്ട് തന്നെ PT കുഞ്ഞു മുഹമ്മദിനും എന്തായാലും എത്രയൊക്കെ നിങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുവാൻ ശ്രമിച്ചാലും നടക്കില്ല. PT കുഞ്ഞു മുഹമ്മദും ജയിലിലാവും, PT കുഞ്ഞു മുഹമ്മദും അറസ്റ്റിലാകും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച